ജമ്മു, ലേ, ജോധ്പൂർ, അമൃത്സർ, ഭുജ്, ജാംനഗർ, ചണ്ഡീഗഡ്, രാജ്കോട്ട് എന്നീ വിമാനത്താവളങ്ങൾ വഴിയുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയത് എയർ ഇന്ത്യ അറിയിച്ചിരിക്കുകയാണ്. ഈ വിമാനത്താവളങ്ങളിലേക്ക് വരുന്നതും പോകുന്നതുമായ സർവീസുകളാണ് റദ്ദാക്കിയത്. അജീഷ് ജയകുമാറാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അജീഷ്, ഏത് സാഹചര്യത്തിലാണ് ഈ ഫ്ലൈറ്റുകൾ ക്യാൻസലാക്കിയത്? ഇന്നലെ രാത്രിയിലുണ്ടായ ഈ ഡ്രോൺ സാന്നിധ്യം അതിന്റെ പശ്ചാത്തലത്തിലാണ് വിമാന കമ്പനികൾ ഇപ്പോൾ ഈ ജമ്മു, ലേ, ജോധ്പൂർ, അമൃത്സർ, ഭുജ്, ജാംനഗർ, ചണ്ഡീഗഡ്, രാജ്കോട്ട് എന്നീ വിമാനത്താവളങ്ങളിൽ നിന്നും അകത്തേക്കുമുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയത്. ഇന്ന് ഒരു ദിവസത്തേക്കുള്ള വിവരം മാത്രമാണ്, ഒരു ദിവസത്തേക്ക് മാത്രമാണ് ഈ തീരുമാനമെടുത്തിട്ടുള്ളത്. വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളവർ അവർ ഈ മൊബൈലിൽ അവരുടെ സ്റ്റാറ്റസ് നോക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. എയർ ഇന്ത്യ കൂടാതെ ഇൻഡിഗോ വിമാന കമ്പനിയും ഇത്തരത്തിൽ ഇന്ന് ഇത്രയും വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകൾ നിർത്തലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഈ പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതിനു ശേഷം പാക് പ്രകോപനം ഉണ്ടായതിന് പിന്നാലെയാണ് ഈ അതിർത്തി സംസ്ഥാനങ്ങളിലെ 32 വിമാനത്താവളങ്ങൾ നേരത്തെ സർക്കാർ അടച്ചത്. ഈ അടച്ചതിന് പിന്നാലെ ഈ സമാധാനം എത്തിയതോടെ വീണ്ടും അത് തുറക്കുകയായിരുന്നു. എന്തായാലും ഇന്നലെ വീണ്ടും ഡ്രോൺ സാന്നിധ്യം കണ്ടതോടെയാണ് ഒരു മുൻകരുതൽ എന്ന നിലയിൽ വിമാനത്താവളങ്ങളെല്ലാം താൽക്കാലികമായി സർവീസ് നിർത്തിയത് വിമാന കമ്പനികൾ. സമയം 6 മണി കഴിഞ്ഞ് 37 ആകുമ്പോൾ നമ്മൾ വീണ്ടും പോകുന്നത് ജയ്സാൽമേറിലേക്കാണ്. അവിടെ നിന്നുള്ള ആശ്വാസ വാർത്തയിലേക്കാണ്. നമുക്കറിയാം, നമ്മുടെ വീട്ടിന്റെ മുന്നിൽ വരെ മിസൈൽ പതിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് അത് പതിക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. അത് അനുഭവിച്ചവരാണ് ജയ്സാൽമേറിലെ ആൾക്കാർ. അപ്പോൾ ആ കഷ്ടിച്ച് തലനാരിഴയ്ക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസം നമ്മളോട് പങ്കുവെക്കുകയാണ് അവിടുത്തെ നാട്ടുകാർ. ആയിരങ്ങൾ താമസിക്കുന്ന മേഖലയിലാണ് മിസൈൽ വന്ന് വീണത്. ജയ്സാൽമീറിൽ നിന്ന് അനിൽ വാസ്തവ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. രാജസ്ഥാനിലെ ജയ്സാൽമീറിനടുത്തുള്ള ബഡോഡ ഗ്രാമം ശനിയാഴ്ച ഉണർന്നത് അതിഭീകരമായ ഒരു ശബ്ദം കേട്ടായിരുന്നു. രാവിലെ കൃഷിയിടത്തിൽ ചെന്ന് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. സ്കൂളും ആശുപത്രിയുമൊക്കെയായി ആയിരക്കണക്കിന് പേർ താമസിക്കുന്ന സ്ഥലമാണ് ഈ ബഡോഡ. അവിടെയാണ് ഈ മിസൈൽ പതിച്ചത്. ആ മിസൈൽ വന്ന് പതിച്ച സ്ഥലത്ത് ഇപ്പോഴും കാണാം ഈ അഗാധഘട്ടം. ये 10 तारीख का सुबह जल्दी का प्रोसेस, जैसे सुबह 4:30 बजे का है। यहाँ बहुत बड़ा धमाका हुआ है, बम का है। उसमें लमसम कोई 100 के आसपास चिंगारियाँ थी, कोई मेरे घर के, कोई मेरे चाचा जी के घर पे। जैसे काफ़ी चिंगारियाँ उड़ी थी हमारे घर पे, कोई बाल बच्चे थे। सब पहले सब धमाका हुआ तो उसमें सभी जाग चुके थे। 5 मिनट के लिए तो उजाला हो गया था। അന്ന് വന്ന് പതിച്ച മിസൈലിൻ്റെ ഭാഗങ്ങളാണിത്, ലോഹഭാഗങ്ങൾ. ഇങ്ങനെ ഒരു 500 മീറ്റർ വിസ്തൃതിയിലൊക്കെ തന്നെ ഈ മിസൈലിൻ്റെ പല ഭാഗങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ പല മേഖലകളിലായി ഇവിടെ ഒരു മരമുണ്ട്. ആ മരവും ഈ മിസൈലിൻ്റെ വന്ന് പതിച്ചതിൽ പിന്നെ തകർന്ന് വീഴുന്ന കാഴ്ചയും നമുക്ക് കാണാം. उस दिन सब मिसाइल आई थी पाकिस्तान की, उसने हमारे जाबाजू ने मार गिराई है। और ये हमारे भाई का घर है और कई घरों के अंदर भी नुकसान हुआ है। अंदर छत भी देख लो, और वहाँ गिरा था यहाँ से 50 मीटर 70 मीटर पे, और बाकी आग ही आग हो गया था, पूरा धुआं धुआं। കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ഈ വീട്ടിലുള്ള ആളുകൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇവരുടെ വീടിനോട് തന്നെ ചേർന്നുള്ള ഈ സ്ഥലത്ത് ആടുകളെ സൂക്ഷിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് ഈ മിസൈലിൻ്റെ ഒരു ഭാഗം വന്ന് പതിച്ചത്, പൊട്ടിത്തെറിച്ച ഒരു ഭാഗം വന്ന് പതിച്ചത്. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകും ഈ കത്തിക്കരിഞ്ഞ നിലയിലുള്ളത്. പിന്നീട് ഇവർ പോലീസിനെ വിളിച്ചറിയിച്ചു. അതിന് പിന്നാലെ പോലീസും സൈന്യവും ചേർന്ന് ഈ മിസൈൽ നിർവീര്യമാക്കി. ജയ്സാൽമീറിൽ നിന്ന് VS രാഹുലിനൊപ്പം അനിൽ വാസുദേവ്, 24. അപ്പോൾ അതാണ് ജയ്സാൽമേറിലെ അവസ്ഥ. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഒരുപാട് ജീവിതങ്ങൾ. എന്തായാലും അവിടെ സമാധാനം ഉണ്ടാകട്ടെ. അപ്പം ഇനി നമുക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യാനുള്ള, നമ്മുടെ പ്രേക്ഷകരുടെ സന്തോഷം പങ്കുവയ്ക്കാനുള്ള സമയമാണ്. അതിനു മുമ്പ് ഇന്നലെ ഒരു മകൻ എന്നോട് രാത്രി തന്നെ പറഞ്ഞേൽപ്പിച്ചു, നാളെ എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്, എനിക്കൊന്ന് വിഷ് ചെയ്യണം.
അപ്പോൾ അച്ഛനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹവാനായ മകൻ അരുൺ കുളക്കടയുടെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. ശിവൻകുട്ടി എന്നാണ് അങ്കിളുടെ പേര്. PCR പ്രൊഡ്യൂസറാണ് അരുൺ കുളക്കട. അപ്പോൾ ശിവൻകുട്ടി അങ്കിളിന് ഹാപ്പി ബർത്ത്ഡേ, എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. മറ്റൊന്ന് നമ്മുടെ സിംഗപ്പൂരിലുള്ള ആശയുടെ മകള് മനീഷയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ബർത്ത്ഡേ. പക്ഷേ യുദ്ധ സാഹചര്യത്തിൽ അതൊരു അനൗചിത്യമാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ മാറ്റിവെച്ചിരുന്നതാണ്. അപ്പോൾ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ടു മനീഷ. അതോടൊപ്പം നമ്മുടെ ഈ ശബ്ദമൊക്കെ ഏറെ മികവോടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന നമ്മുടെ ഓഡിയോ എഞ്ചിനീയർ ഉണ്ട് വിശാലിന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ വിശാൽ. അതെ, ഹാപ്പി ബർത്ത്ഡേ വിശാൽ. വിശാൽ സുമുഖനും സുന്ദരനുമായ വിവാഹാലോചനകൾ ക്ഷണിക്കുന്ന ഒരു യുവാവ് കൂടിയാണ്. നല്ല മികച്ച ഓഡിയോ എഞ്ചിനീയർ ആണ്, അതുകൊണ്ട് അറിയിക്കുന്നു. പിന്നെ ലിനറ്റ് നമ്മുടെ പ്രേക്ഷകൻ പറയുന്നുണ്ട് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, വിഷ് ചെയ്യണമെന്ന്. ഹാപ്പി ബർത്ത്ഡേ. പിന്നെ നമ്മുടെ ഓൺലൈൻ എഡിറ്ററായ അനൂപിൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ്. അനൂപിനും വിഷ്ണുപ്രിയയ്ക്കും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഒരുപാട് നാൾ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അതുപോലെ കഴിഞ്ഞ ദിവസം നഴ്സസ് ദിനമായിരുന്നു. നമ്മുടെ നീതു ഉണ്ട്, മൗറീഷ്യസിൽ നഴ്സാണ്. നീതുവിന് നഴ്സസ് ദിന ആശംസകൾ. ബിന്ദു പി നായർ എന്ന് പറയുന്ന നമ്മുടെ പ്രേക്ഷകയുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ പ്രേക്ഷകരായ എല്ലാ മാലാഖമാർക്കും ബിലേറ്റഡ് നഴ്സസ് ഡേ വിഷസ്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നമ്മൾ എടുത്തു പറയാത്ത എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ. അമേരിക്ക ഏർപ്പെടുത്തിയ അധിക ചുങ്കം കാനഡയിലെ തൊഴിലില്ലായ്മയെ കാര്യമായി ബാധിച്ചെന്ന റിപ്പോർട്ട്. ഏപ്രിൽ മാസത്തിലെ കണക്ക് പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് 6.9%. കാനഡയിലെ തൊഴിലില്ലായ്മ നവംബറിന് ശേഷം ഏറ്റവും ഉയർന്ന നിലയിലെന്ന് റിപ്പോർട്ട്. ഹമാസുമായി നേരിട്ടുള്ള ചർച്ചയ്ക്ക് പിന്നാലെ തടവിലായിരുന്ന സൈനികൻ എഡാൻ അലക്സാണ്ടറെ ഹമാസ് മോചിപ്പിച്ചു. സൈനികന്റെ മോചനത്തെ ബെഞ്ചമിൻ നെതന്യാഹു സ്വാഗതം ചെയ്തു. ഹമാസ് ഇസ്രായേൽ യുദ്ധം അവസാനിക്കുന്നതിന്റെ സൂചനയാണ് മോചനമെന്ന് അമേരിക്ക. ബംഗ്ലാദേശിലെ മോഡലും മുൻ സൗന്ദര്യ റാണിയുമായ മെഘന ആലമിനെ ഹണി ട്രാപ്പ് കേസിൽ അറസ്റ്റ് ചെയ്തു. മുൻ സൗദി അംബാസിഡറെ ഹണി ട്രാപ്പിൽ കുടുക്കി $5 മില്യൺ തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്നാണ് കേസ്. അതേസമയം വിവാഹാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് മകളെ കുടുക്കിയതാണെന്ന് മേഘനയുടെ പിതാവ് പ്രതികരിച്ചു. ചെസ് നിരോധിച്ച അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ ഉത്തരവിറക്കി. ഇസ്ലാമിക നിയമത്തിന് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം. ഉത്തരവിന്റെ ഭാഗമായി ചെസ് ഫെഡറേഷനും പിരിച്ചുവിട്ടു. ഗസയിൽ ക്ഷാമം അപകടകരമായ നിലയിലെന്ന് വിലയിരുത്തൽ. 2.4 ദശലക്ഷം ജനങ്ങളിൽ 22% ദുരന്തം പേർന്നുവെന്ന് ഇന്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി റിപ്പോർട്ട്. അന്താരാഷ്ട്ര തലത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന പദ്ധതികൾ നിലച്ചത് ക്ഷാമത്തിന് കാരണമായെന്ന് UN. സമയം ഇപ്പോൾ 6:47 ബിബിൻ പറയുന്നു പ്രശാന്ത് എന്ന ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ്, ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ പ്രശാന്ത്. ഒപ്പം തന്നെ നമ്മുടെ അലക്സറ മുഹമ്മദിന്റെ മോളുടെ വാവയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ എന്ന് പറയുന്നു. ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ്. അപ്പോൾ നമ്മൾ കൊല്ലത്ത് ഒരു 14-കാരനെ കാണാതായി എന്ന വാർത്തയിലേക്കാണ് പോകുന്നത്. ചെറിയ കുട്ടികൾ എവിടെയാണ് പോകുന്നത്, എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ചീതറ വളവ് പച്ച സ്വദേശി ജിത്തസ് പണിക്കരുടെ മകൻ അഭയിനെയാണ് ഇന്നലെ മുതൽ കാണാതായത്. ഇന്നലെ രാവിലെ മുതലാണ് കുട്ടിയെ കാണാതായത്. ട്യൂഷന് പോവുകയാണെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നിറങ്ങിയത്. വൈകിട്ടാണ് കുട്ടിയെ കാണാനില്ല എന്ന വിവരം വീട്ടുകാർ അറിഞ്ഞത്. ചിതറ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ചുവപ്പ് ബാഗുമായി കുട്ടി പോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കുട്ടിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. എന്തായാലും അഭയെ എത്രയും വേഗം കണ്ടെത്തട്ടെ. അപ്പോൾ ആ ഏരിയയിലൊക്കെയുള്ള ആൾക്കാരും അക്കാര്യത്തിൽ ഒരു അന്വേഷണമൊക്കെ നടത്തട്ടെ എന്ന്. ഇതുവരെയുള്ള കേസിലൊക്കെ നമുക്ക് ആ കുട്ടികളെയൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സുശീല വി എന്ന് പറയുന്ന പ്രേക്ഷക ചോദിക്കുന്നുണ്ട് പാകിസ്ഥാൻ പിടിച്ചുകൊണ്ടുപോയ ആ BSF ജവാന്റെ കാര്യം എന്തായി എന്ന്. അപ്പോൾ അക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസവും കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ജവാനെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ. നയതന്ത്ര തലത്തിൽ അതിനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് അവസാനം കിട്ടിയ വിവരം. പത്തനംതിട്ടയിലേക്കാണ്. കോന്നി അടവി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെ താൽക്കാലിക തൊഴിലാളികളുടെ പണിമുടക്ക് ശക്തമായി തുടരുകയാണ്. 60 വയസ്സ് കഴിഞ്ഞ തൊഴിലാളികളെ ഉൾപ്പെടെ ഒഴിവാക്കാനുള്ള വനം വകുപ്പ് നീക്കത്തിനെതിരെയാണ് തൊഴിലാളികൾ സമരം ആരംഭിച്ചത്. ഇപ്പോൾ സമരം ആരംഭിച്ചിട്ട് 6 ദിവസം പിന്നിട്ടു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി CITU-വും രംഗത്തെത്തി. ജില്ലയിലെ പ്രധാന ഇക്കോ ടൂറിസം കേന്ദ്രം തുറന്നിട്ട് 6 ദിവസമായി. താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടാൻ വനം വകുപ്പ് തീരുമാനിച്ചതോടെയാണ് തൊഴിലാളികൾ സമരം ആരംഭിച്ചത്. വനം വകുപ്പിന്റെ തീരുമാനവും തൊഴിലാളി പണിമുടക്കം ബാധിച്ചത് അവധിക്കാലം ആഘോഷിക്കാനെത്തുന്ന സഞ്ചാരികളെയാണ്. ആനക്കൂട് അപകടത്തിന് ശേഷമാണ് 60 കഴിഞ്ഞ തുഴച്ചിൽ തൊഴിലാളികളെ ഉൾപ്പെടെ ഒഴിവാക്കാനുള്ള തീരുമാനം വന്നത്. പിന്നാലെ ആനുകൂല്യങ്ങൾ നൽകാതെയുള്ള പിരിച്ചുവിടലിനെതിരെ ദിവസവേതന തൊഴിലാളികൾ സമരം ആരംഭിച്ചു. വനം വകുപ്പ് നടപടിയെ ചോദ്യം ചെയ്ത CITU-വും രംഗത്തെത്തി. കേരളത്തിലെ പല മേഖലകളിൽ 60 വയസ്സിന് പിന്നിട്ട് ഒരു ജോലി എടുക്കുന്നുണ്ടല്ലോ. ഗവൺമെൻറ്റിൻ്റെ പല മേഖലയിലും പണിയെടുക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ എക്കോ ടൂറിസം മേഖലയിൽ ഈ സംസ്ഥാനത്ത് പല ജില്ലകളിലും 60 വയസ്സ് പിന്നിട്ടൊരു ജോലി എടുക്കുന്നുണ്ട്. അപ്പം പൊടുന്നനവേ ഇങ്ങനെ അടവിയിൽ
ഈ ഒരു സാഹചര്യം കൊണ്ടുവന്നതിനോട് ഒരു സംഘടനയ്ക്ക് യോജിപ്പില്ല. CI2 ശക്തമായി അതിനോട് വിയോജിക്കുകയാണ്. പ്രശ്നപരിഹാരത്തിന് കഴിഞ്ഞ ദിവസം DFO ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. അടവി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലാകെ 41 താൽക്കാലിക ജീവനക്കാരാണുള്ളത്. വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് വിവിധ തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. AV ജയശങ്കർ, 24, പത്തനംതിട്ട. എത്ര വലിയ പ്രതിസന്ധി വന്നാലും നമ്മൾ അത് അതിജീവിച്ച് വലിയ വിജയങ്ങൾ നേടുന്ന ഒരുപാട് പേര് നമുക്കൊപ്പം നമ്മുടെ ചുറ്റുമുണ്ട്. അങ്ങനെയൊന്നാണ് മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിൽ അതിജീവന വിജയം നേടിയ വെള്ളാർമല സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും. അവർക്ക് റിസൾട്ട് വന്ന സാഹചര്യത്തിൽ അത് വലിയ വാർത്തയായി മാറുകയും ചെയ്തിരുന്നു. വെള്ളാർമല സ്കൂളിലെ പ്രധാന അധ്യാപകന്റെയൊക്കെ ആ ചിരിക്കുന്ന മുഖം നമ്മൾ ഏറെ കാലത്തിന് ശേഷമാണ് കാണുന്നത്, അല്ലേ? അതെ, ഇത്തവണ SSLC പരീക്ഷയിൽ 100 മേനി വിജയമാണ് വിദ്യാലയം നേടിയത്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. CPIM ഇന്ന് അവരെ അനുമോദിക്കുകയാണ്. ഈ വിദ്യാർത്ഥികളത്രയും മഹാദുരന്തത്തെ അതിജീവിച്ചവരാണ്. അതിനാൽ തന്നെ ഇവരുടെ വിജയത്തിന് മധുരമേറെ. SSLC പരീക്ഷ എഴുതിയ 55 പേരും വിജയിച്ചു. 62 കുട്ടികളാണ് ഇവിടെ പരീക്ഷ എഴുതേണ്ടിയിരുന്നത്. 7 പേരെ ദുരന്തം കവർന്നു. വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനൊപ്പം അധ്യാപകരെയും രക്ഷിതാക്കളെയും വിദ്യാഭ്യാസ വകുപ്പിനെയും മുൻ മന്ത്രി കൂടിയായ KK ശൈലജ പ്രകീർത്തിച്ചു. നമ്മുടെ മക്കളുടെ ഈ ഉജ്ജ്വല വിജയം അത് നമ്മൾ ആഘോഷിക്കുകയാണ്. മറ്റെല്ലാ ദുഃഖങ്ങളും മറന്ന് ആ മക്കളുടെ കൂടെ നിന്ന് അതിൽ നമ്മൾ സന്തോഷിക്കുകയാണ്. ഞാൻ ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എല്ലാവർക്കും അർപ്പിക്കുന്നു. ദുരന്തബാധിതരുടെ പുനരധിവാസം സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് മന്ത്രി OR കേളുവിന്റെ ഉറപ്പ്. ഗവൺമെന്റിനെ സംബന്ധിച്ച് എന്ത് വില കൊടുത്തു ആ പുനരധിവാസം തുടരും, പൂർത്തീകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. CPIM നേതാക്കളായ K റഫീഖ്, CK ശശീന്ദ്രൻ, P ഗഗാറിൻ തുടങ്ങിയവർ അനുമോദന പരിപാടിയിൽ പങ്കെടുത്തു. 24 വയനാട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കായി വാർത്തകളുടെ ഒരു പൂക്കൂടെയാണ് 6 മുതൽ 7 വരെയുള്ള സമയത്ത് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. 1, 2, 3, 4, 5 എന്ന പേരിൽ നിങ്ങൾക്ക് പല തവണയായിട്ട് വാർത്തകളുടെ ഒരു പൂക്കൂടെ ഞങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. നമ്മളുടെ നാഷണൽ കഴിഞ്ഞു, ഇന്റർനാഷണൽ കഴിഞ്ഞു, നമ്മൾ പോകുന്നത് നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്കാണ്. കേരള 1, 2, 3, 4, 5. തിരുവനന്തപുരം പൂവാറിന് സമീപം ആവണാക്കുഴിയിൽ മുഖം മൂടി ധരിച്ചെത്തിയ ആളുകളുടെ ആക്രമണം. സംഭവത്തിൽ 3 പേർക്ക് പരിക്കേറ്റുവെന്ന് പോലീസ്. ചെങ്ങന്നൂർ ചെറിയനാട് റെയിൽവേ അടിപ്പാതയിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാനുള്ള നടപടികൾ ആരംഭിച്ചു. വെള്ളക്കെട്ട് സ്ഥിരം പ്രശ്നമായതോടെ നാട്ടുകാർ പ്രതിഷേധം ആരംഭിച്ചിരുന്നു. അപകടം പതിവായതോടെയാണ് പഞ്ചായത്ത് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പദ്ധതി ആരംഭിച്ചത്. കൊല്ലം കുരീപ്പുഴ പ്ലാവറ ബോട്ട് സർവീസ് പുനരാരംഭിക്കണമെന്ന ആവശ്യം വാട്ടർ ട്രാൻസ്പോർട്ട് പാസഞ്ചേഴ്സ് അസോസിയേഷനാണ് ആവശ്യം ഉന്നയിച്ചത്. പ്രദേശത്തെ യാത്രക്കാരുടെ ദുരിതം അധികൃതർ അവഗണിക്കരുത് എന്നും അസോസിയേഷൻ. സംസ്ഥാനത്ത് മാർച്ച് വരെയുള്ള കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്തത് മലപ്പുറം ജില്ലയിൽ. 117 കേസുകൾ മലപ്പുറത്ത് മാത്രം രജിസ്റ്റർ ചെയ്തെന്ന് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ. ഏറ്റവും കുറവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇടുക്കിയിൽ. വീട്ടിലിരുന്ന് ജോലിയിലൂടെ വരുമാനമുണ്ടാക്കാമെന്ന് വിശ്വസിപ്പിച്ച് വീട്ടമ്മയിൽ നിന്ന് 17 ലക്ഷം തട്ടിയയാൾ പിടിയിൽ. തമിഴ്നാട് സ്വദേശി വെങ്കടേഷാണ് ആലുവ പോലീസിന് പിടിയിലായത്. ആദ്യഘട്ടത്തിൽ ചെറിയ തുക നൽകിയ ശേഷം വീട്ടമ്മയുടെ പക്കൽ നിന്ന് പണം അപഹരിക്കുകയായിരുന്നു. അപ്പോൾ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷമാണ് സംസ്ഥാന വ്യാപകമായി നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്ന് കോഴിക്കോട് നടക്കുന്ന ജില്ലാതല യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. രാവിലെ 10 മണിക്ക് ചെറുവണ്ണൂർ മലബാർ മെറീന കൺവെൻഷൻ സെന്ററിലാണ് യോഗം. ജില്ലാതല യോഗത്തിൽ വിവിധ മേഖലയിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട 500 പേർ പങ്കെടുക്കും. ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരായ PM മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, MPമാർ, MLAമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ തുടങ്ങിയവരും പങ്കെടുക്കും. വൈകിട്ട് 5-ന് കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന LDF റാലി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് വളരെ പെട്ടെന്ന് പ്രേക്ഷകർക്ക്. അതെ, അപ്പോൾ പെട്ടെന്ന് രാവിലെ അറിയേണ്ട കാര്യം, അപ്പോൾ രാവിലെ ഇത് കാണാൻ മറക്കരുത്. 5 അറിയിപ്പുകളിലേക്ക് നമ്മൾ പോവുകയാണ്. ഷടപടയെന്ന്
സംസ്ഥാനത്തെ പരമ്പരാഗത മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്കുള്ള സാമ്പത്തിക സഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. തൊഴിലാളികളുടെ വാർഷിക വരുമാനം 2.5 ലക്ഷത്തിന് മുകളിലാകരുത്. 60 വയസ്സുവരെയുള്ള OBC വിഭാഗത്തിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ യോഗ്യത. കുട്ടനാട് നിയോജക മണ്ഡലത്തിലെ പുളിങ്കുന്ന് കുമ്പളംചിറ പാലത്തിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഗതാഗത നിയന്ത്രണം മെയ് 22 വരെ പാലത്തിലൂടെ ഗതാഗതം നിരോധിച്ചതായി PWD അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ജനറ്റിക്കൽ വിഭാഗത്തിന് കീഴിലെ ICMR പ്രോജക്റ്റിലെ സ്റ്റാഫ് നഴ്സ് തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം. അംഗീകൃത സർവകലാശാലയിൽ നിന്ന് BSc നഴ്സിംഗ് പാസ്സായിരിക്കണം. പ്രായപരിധി 40 കഴിയരുത്. മാരാരിക്കുളം ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനുകളിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ തുമ്പോളി ഗേറ്റ് അടച്ചിടും. ചൊവ്വാഴ്ച വൈകിട്ട് 6 മണി മുതൽ ശനിയാഴ്ച വൈകിട്ട് 6 വരെയാണ് തുമ്പോളി ഗേറ്റ് അടയ്ക്കുക. വാഹനം പകരം പാതയായ മംഗലം ഗേറ്റ് ഉപയോഗിക്കാൻ നിർദ്ദേശം. കേരള മീഡിയ അക്കാദമിയുടെ തിരുവനന്തപുരം, കൊച്ചി സെന്ററുകളിൽ നടത്തുന്ന ഫോട്ടോ ജേർണലിസം കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 3 മാസം നീണ്ടു നിൽക്കുന്ന കോഴ്സ് ശനി ഞായർ ദിവസങ്ങളിൽ നടക്കും. +2 യോഗ്യത. അപ്പോൾ ഇന്നലെ നഴ്സസ് ഡേ ആയിരുന്നു എന്ന് ക്രിസ്റ്റീന പറഞ്ഞല്ലോ. പക്ഷെ നഴ്സുമാരുടെ ദുരിതം ഒഴിയുന്നില്ല. കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നഴ്സുമാർ വീണ്ടും സമരത്തിലേക്ക് കടക്കുകയാണ്. മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്ത് 6 വർഷം കഴിഞ്ഞിട്ടും ശമ്പളം വർദ്ധിപ്പിക്കാതെ അവഗണിക്കുന്നു എന്നാണ് ആരോപണം. സഹകരണ സ്ഥാപനമായിരുന്ന കാലത്തെ മുൻകാല സർവീസ് പരിഗണിക്കാത്തതിൽ നിരവധി നഴ്സുമാരുടെ ശമ്പളം കുറഞ്ഞു. ഗവൺമെന്റ് നീതി പാലിക്കുക. നഴ്സസ് ദിനം കരിദിനമായി ആചരിച്ചായിരുന്നു പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നഴ്സുമാരുടെ പ്രതിഷേധം. 2019 മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തത്. തുടർന്ന് 520 നഴ്സുമാരെ സർക്കാർ ജീവനക്കാരാക്കി മാറ്റി. എന്നാൽ ആശുപത്രി സഹകരണ സ്ഥാപനമായിരുന്നപ്പോൾ മുതൽ ജോലി ചെയ്തവരുടെ മുൻകാല സർവീസ് സർക്കാർ അംഗീകരിച്ചില്ല. 2019 ശേഷമുള്ള സർവീസ് മാത്രമാണ് പരിഗണിച്ചത്. ഇതോടെ സർക്കാർ മാനദണ്ഡപ്രകാരം ഇവർക്ക് 10,000 മുതൽ 20,000 വരെ ശമ്പളം കുറച്ചു. 25-30 വർഷം സർവീസുള്ള സീനിയോറിറ്റി പ്രകാരം ശമ്പള വർധനയ്ക്ക് അർഹതയുള്ളവർ തുച്ഛമായ വേതനത്തിനാണ് ജോലി ചെയ്യുന്നത്. NHM എടുത്തവർക്ക് പോലും റിസ്ക് അലവൻസ് കൊടുത്തു. ഞങ്ങൾ അന്ന് വാങ്ങിയ സാലറി 2019 ഏറ്റെടുത്തപ്പം അത് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അത് തിരിച്ചടക്കാനാണ് പറയുന്നത്. കിട്ടുന്ന സാലറിയിൽ 10,000 20,000 ഒക്കെ വെച്ചിട്ടാണ് കുറവുള്ളത്. ജൂനിയേഴ്സ് ഇപ്പോൾ കയറിയ ജൂനിയേഴ്സിനൊക്കെ ശമ്പളം കൂടുതലുണ്ടെങ്കിലും 10-25-30 വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് യാതൊരു ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല. മുൻകാല സർവീസ് പരിഗണിക്കാത്തതിനാൽ ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കില്ല. ഞങ്ങൾക്ക് 2010 ശമ്പളം കിട്ടുന്നത് മാത്രമല്ല, ഒന്ന് ഇൻക്രിമെന്റ് നടക്കുന്നില്ല, റെഗുലൈസേഷൻ നടക്കുന്നില്ല. ആരോഗ്യ ജീവിതത്തിന് അടിത്തറയാണ് നേഴ്സുമാർ. ഇന്ന് നേഴ്സുമാർക്ക് ഇത്രത്തോളം മോശം അവസ്ഥ കാണിക്കുന്ന ഈ പരിയാരം മെഡിക്കൽ എന്തുകൊണ്ടാണ് ചിന്തിച്ചു പോകുന്നത്? ഈ പ്രശ്നത്തിൽ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും സകല ആരോഗ്യ ജീവനക്കാരെ ഇടപെട്ട് ഞങ്ങളുടെ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് എല്ലാവരോടും വളരെ വിനീത ഭാഷയോടെ ഹൃദയത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിക്കാതെയായിരുന്നു സൂചനാ സമരം. സർക്കാർ അവഗണന തുടർന്നാൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാനാണ് സംയുക്ത നഴ്സസ് കൂട്ടായ്മയുടെ തീരുമാനം. 24 കണ്ണൂർ. അപ്പോൾ ഹാഷിമി പറയുന്നുണ്ട് മെയ് 12 നഴ്സസ് ഡേ തിരുത്തുക. നമ്മളും അങ്ങനെ 12 തന്നെയാണ്. അപ്പൊ ഇന്നലെ എന്താ പറഞ്ഞത്? ഒന്നുകിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ആശയക്കുഴപ്പം പറ്റിയതായിരിക്കും, അതോ നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും നാവുപിഴ പറ്റിയോന്ന് അറിയില്ല. ഇന്നലെയായിരുന്നു നഴ്സസ് ഡേ. അപ്പൊ ഈ പാക്കേജ് വന്നത് നഴ്സുമാരുടെ ദുരിതത്തിന് അതൊരു അറുതിയാകുന്നില്ല എന്നുള്ള നിലയ്ക്കാണ് ഇന്ന് നമ്മൾ ആ പാക്കേജ് കൊടുത്തത്. അതെ, മിനി ചോദിക്കുന്നുണ്ട് 4 ക്രിമിനൽസ് 10th എക്സാം എഴുതിയല്ലോ, റിസൾട്ട് എന്തായി? അവരുടെ റിസൾട്ട് തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതെ. പിന്നെ CBSE റിസൾട്ട് എപ്പോഴാണ് വരിക എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് CBSEയുടെ റിസൾട്ട് അറിയുന്നത് ഏറ്റവും അടുത്ത് തന്നെ പ്രഖ്യാപനം ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇത് പറയുന്നത് ഈ CBSEയുടെ ഔദ്യോഗിക സൈറ്റിലൂടെ ഉണ്ടാകും. വൈൽ ദ ബോർഡ് ഹാസ് നോട്ട് യെറ്റ് ഡിക്ലെയർഡ് ദ എക്സാക്ട് ഡേറ്റ് ആൻഡ് ടൈം എന്നാണ് പറഞ്ഞത്. ഒരു ദിവസം സമാനമായ രീതിയിൽ ഇന്ന് റിസൾട്ട് വരും എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അല്ല, ബോർഡ് അത് ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. പലപ്പോഴും ചിലപ്പോൾ ആ ദിവസം രാവിലെ ആയിരിക്കും നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് 10 മണിക്ക് അല്ലെങ്കിൽ 2 മണിക്കാണ് റിസൾട്ട് പ്രഖ്യാപനം. അപ്പോൾ CBSEയുടെ സൈറ്റ്, ഒഫീഷ്യൽ സൈറ്റ് നോക്കുക. നമുക്ക് വാർത്തയിലേക്ക് പോയാൽ ഒരു പുതിയ ബാക്ടീരിയയെ കണ്ടെത്തിയിട്ടുണ്ട്. അതിതീവ്ര കാലാവസ്ഥയെ അതിജീവിക്കാൻ കഴിയുന്ന അപൂർവ ബാക്ടീരിയയാണ് കണ്ടെത്തിയത്. കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസിലെ ബയോടെക്നോളജി ഗവേഷണ വിദ്യാർത്ഥി സജ്ന സലീമിൻ്റെതാണ് കണ്ടുപിടുത്തം.
തമിഴ്നാട്ടിലെ മണ്ണിൽ നിന്നാണ് ബാക്ടീരിയ കണ്ടെത്തിയത്. കേരള സർവകലാശാലയിലെ ആദ്യ സസ്യശാസ്ത്ര മേധാവിയുടെ പേരിലാകും ബാക്ടീരിയ അറിയപ്പെടുക. കാര്യവട്ടം ക്യാമ്പസിലെ സസ്യശാസ്ത്ര വിഭാഗം പ്രൊഫസർ ഷിബുരാജാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാൻഗ്രൂവ് ഇക്കോസിസ്റ്റമായ തമിഴ്നാട്ടിലെ പിച്ചാവാരം സന്ദർശിച്ച അവിടെ നിന്നുള്ള മണ്ണ് ക്യാമ്പസിലെത്തിച്ചത്. ഗവേഷണത്തിനായി ശിഷ്യയായ സജ്ന സലീമിനെ അത് ഏൽപ്പിച്ചു. സജ്ന നടത്തിയ ദീർഘമായ പരീക്ഷണങ്ങളിലൂടെയാണ് ബയോടെക്നോളജി ഗവേഷണങ്ങളിൽ വളരെയധികം സാധ്യതകളുള്ള സവിശേഷ ബാക്ടീരിയയെ കണ്ടെത്തിയത്. കേരള യൂണിവേഴ്സിറ്റിയിലെ സസ്യശാസ്ത്ര വിഭാഗത്തിലെ ആദ്യ മേധാവി പ്രൊഫസർ എ അബ്രഹാമിന്റെ പേരിലാണ് ബാക്ടീരിയ അറിയപ്പെടുക. ഇതിൻ്റെ ഹോൾ ജീനോം സീക്വൻസിങ്, ഓർഗാനിസം ഐസൊലേഷനും അതുപോലെ അതിൻ്റെ ജീനോമിക് സ്റ്റഡീസിനും വേണ്ടിയിട്ട് ഹോൾ ജീനോം സീക്വൻസിങ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഹോൾ ജീനോം സീക്വൻസിങ് ചെയ്ത സമയത്ത് അതിൻ്റെ ഫർദർ കുറച്ച് വർക്കുകളിലോട്ട് നമ്മൾ പോവുകയുണ്ടായി. ആ സമയത്ത് നമുക്ക് മനസ്സിലായി ഇതൊരു പുതിയ സ്ട്രെയിനാണ്. ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എക്സിഗോ ബാക്ടീരിയം സ്പീഷീസിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആണ് ഇതിൻ്റെ ജീനം നമുക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ഫർദർ വർക്ക്സ് മുന്നോട്ട് പോവുമായിരുന്നു. ഇതിൻ്റെ വർക്ക് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 വർഷം എടുത്തു. കാര്യവട്ടം ക്യാമ്പസിലെ ലാബിലായിരുന്നു സജ്നയുടെ പരീക്ഷണങ്ങൾ. ചുക്കാൻ പിടിച്ച് ഗൈഡ് ഷിബുരാജു കേരളത്തിന് പുറത്തെ സെന്ററുകളിലും വിശദ പഠനം നടത്തി. ഒടുവിൽ അന്താരാഷ്ട്ര സ്പ്രിംഗർ നേച്ചർ പ്രസിദ്ധീകരണത്തിലടക്കം പുതിയ കണ്ടുപിടുത്തം ഇടം പിടിച്ചു. പ്രകൃതിയുടെ അതിതീവ്ര സ്വഭാവത്തെ പ്രതിരോധിക്കാനും മറികടക്കാനും ശേഷിയുള്ളതാണ് ഈ ബാക്ടീരിയ. കാര്യവട്ടം ക്യാമ്പസിലെ PhD വിദ്യാർത്ഥിയായ സജ്ന സലീം കണ്ടെത്തിയ എക്സിഗോ ബാക്ടീരിയം അബ്രഹാമി എന്ന ഈ ബാക്ടീരിയ ഇനി മുതൽ ഈ ഏനാത്തുകാരിയുടെ പേരിൽ ചേർത്ത് വയ്ക്കപ്പെടും. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 തിരുവനന്തപുരം. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. അപ്പോൾ ബാക്ടീരിയ നല്ല കണ്ടുപിടുത്താണ് അല്ലേ? അതെ. അപ്പോൾ എന്തായാലും നമ്മളുടെ കുറെ പ്രേക്ഷകർ ലേറ്റ് ആയിട്ട് വന്നവർ ബർത്ത്ഡേ വിഷ് പറയുന്നുണ്ട്. അതാരമോളുടെയും നൈലമോളുടെയും ബർത്ത്ഡേ ആണെന്ന് പറയുന്നു. അപ്പോൾ അതാരമോൾക്കും നൈലമോൾക്കും ബർത്ത്ഡേ വിഷസ്. പിന്നെ നമ്മുടെ നിഖിൽ പ്രമേഷിന്റെയും അഞ്ജനയുടെയും എൻഗേജ്മെന്റ് അവർക്ക് ആശംസകൾ പറയുന്നുണ്ട്. റീന സതീശൻ. പവിത്രൻ പാതിരപ്പറ്റ ചേട്ടൻ ചോദിക്കുന്നു, നിങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങിയോ? അതേ ചേട്ടാ, വാർത്തകളും കൊക്കിന് ജീവനും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇനിയും നടക്കും. പിന്നെ മഴക്കാലമൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഷിനോജ് ചോദിക്കുന്നു, ഇന്നലെ വീണ്ടും പാക് പ്രകോപനം ഉണ്ടായി, എന്റെ എന്താ വാർത്ത കൊടുക്കാത്ത? എന്റെ ഷിനോജ് താമസിച്ച് വന്നിട്ട് ഇങ്ങനെ ചോദിക്കല്ലേ, നമ്മുടെ ആദ്യത്തെ വാർത്ത തന്നെ അതായിരുന്നു. അപ്പം തലൈവർ വരാൻ സമയമായി, നിങ്ങൾക്ക് പോകാം, ചായ കുടിക്കാൻ മറക്കണ്ടെന്ന് ജയൻ നായർ പറയുന്നുണ്ട്. തലൈവർ ഇപ്പൊ എത്തും. ആശാ സമരം എന്തായി എന്ന് ചോദിക്കുന്നുണ്ട്. സമരം എപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. ഇന്ന് കോഴിക്കോട് ജില്ലയിൽ അവർ നടത്തുന്ന ഒരു റാലിയുണ്ട്. ആശാപ്രവർത്തകർ പ്രതിഷേധവുമായി നടത്തുന്ന റാലിയുണ്ട്. ആരിഫ് ഹാഷ്മി ഒരു കാര്യം പറയുന്നുണ്ട്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മെയ് 13 ഐക്യദാർഢ്യ ദിനം. സമൂഹത്തിന്റെ പുരോഗതിക്കും കെട്ടുറപ്പിനും ഐക്യം കൂടിയേ തീരൂ. ഒരുപാട് പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും ഐക്യം പരിഹാരമാണ്. ഈ സാഹചര്യത്തിൽ അത് വളരെ പ്രധാനവുമാണ്. അപ്പോൾ ഒരുപാട് പേരാണ് CBSE റിസൾട്ട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. മോർണിംഗ് വാക്കിന്റെ സമയം പൂർണ്ണമാവുകയാണ്.